ഉപ്പിട്ട് കൈപ്പറ്റിക്കോളൂ നമ്മുടേതായി. ഇനി അവളെ വിവാഹം കഴിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. നമ്മള് 3-4 പേരില്ലടാ. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ 4 പേരെയും കൂടെ കെട്ടാല്ല, ആരെങ്കിലും ഒരാളെ. ആ ഒരാൾ ആരാണെന്ന് പറ. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ ഏറ്റു. അയ്യടാ, നീ അങ്ങനെ തനിച്ച് ബുദ്ധിമുട്ടണ്ട, ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. നമ്മളെ വെട്ടിച്ച് ഒരു 5-ാമൻ അവളെ കൊണ്ടുപോകാൻ പാടില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ശാപം പിടിച്ച സ്ഥലമായത്. ശാപങ്ങൾ ഏറ്റുവാങ്ങുക എന്നത് എന്റെ വിധിയാ. ഇതെന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പ. ഇതിലെങ്കിലും എനിക്ക് രക്ഷപ്പെടണം. നിങ്ങളൊക്കെ പോയി വലിയ നിലകളിലായി. എനിക്കുണ്ടടാ ഒരുപാട് സ്വപ്നങ്ങള്, കാറും വീടും പത്രാസും ഒക്കെ. ഒന്നുകിൽ ഞാനിത് പിടിച്ചു കയറും, രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഇതോടെ ഞാൻ ഇവിടെ ഇല്ലാതാകും. നല്ല കോമഡിയാ. എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. ചന്ദ്ര, എനിക്കൊരു സോഡ വാങ്ങിച്ച. എനിക്ക് തൊപ്പിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. വിപ്ലവ സിംഹമേ, കരിയണം. സുന്ദരാ, നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്. ഇത്രേ ഉള്ളൂ. ഇതൊന്നും മതിയാവില്ല. 10 മടങ്ങ് അധികം അധ്വാനിക്കേ. വല്ലതറിയാവോ? സാറിന് സൂപ്പർ സ്റ്റാറുകൾ ഒതുക്കി കളഞ്ഞാണ്. സാറ് 1-2 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാൻ അറിയാവോ? പറഞ്ഞു കൊടുക്ക് സാറേ ഒന്ന്. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ കുട്ടികൾ ഈ വീട്ടിലെ 2 രത്നങ്ങളാണ്. കല്യാണം കഴിക്കാത്ത എന്റെ കോടിക്കണക്കിനുള്ള സ്വത്തിന്റെ അവകാശികളും ഇവരാണ്. ഏതായാലും മുക്കരി പള്ളി കയറി ഇനി ഓതിയിട്ട് തെന്നി തെറിച്ചെടുക്കുക. സൂക്ഷിച്ച്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. അത് ശരി. എന്നെ ഉറക്കിട്ട് ഇവിടെ ഇതാണല്ലേ പരിപാടി. എഴുന്നേറ്റ് പോടാ, ബാക്കിയുള്ളവനെ അസൂയപ്പെടുത്താതെ. വെട്ടിയിട്ട വായത്തണ്ട് പോലെ കിടക്കണ കിടപ്പ് കണ്ടപ്പ. നിങ്ങൾ പഠിച്ചു വലുതായിട്ട് വേണം നമ്മളെ ഇറക്കി വിട്ട വല്ലോന്റെ ബംഗ്ലാവ് തിരിച്ചു പിടിക്കാൻ. ഇപ്പൊ ബംഗ്ലാവ് ഇരിക്കുന്ന പൊസിഷന് എന്താ ഒരു കുറവ്? ഞാൻ തിരിച്ചു പിടിക്കാന്ന് പറഞ്ഞ നീ കണ്ടതെല്ലാം പോയി, ഇനി കാണപ്പോവത് നിജം. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ടു വിക്ടാരീസ്.